السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم بنعمتك العظمى صل على الحبيب محمد وآله كما علمت وسلم. ബഹുമാന്യരെ, വേദശേഷ മഹാസത്യപാതാരം എന്ന നമ്മുടെ ബുഖാരി ദർസിലെ രണ്ടാമത്തെ ക്ലാസ്സിൽ നാം സമർത്ഥിച്ചിരുന്നത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ ഈ ലോകത്ത് നിന്ന് മൺമറഞ്ഞു പോയിട്ടില്ല. അത് ഖിയാമത്ത് നാൾ വരെ സൂക്ഷിക്കപ്പെടും. അള്ളാഹുവിൻ്റെ റസൂല് ഹജ്ജത്തുൽ വിദാഇൻ്റെ അന്ന് ഈ ലോകത്തോട് ലക്ഷക്കണക്കിന് സ്വഹാബത്തിനെ മുൻനിർത്തി ഫല്യുബല്ലിഗി ഷാഹിദുൽ ഗായിബ എന്ന് പറഞ്ഞ ആ കൽപ്പന ഈ പരിശുദ്ധ ഉമ്മത്ത് അത് നിറവേറ്റിയിട്ടുണ്ട്. അവർ അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഉമ്മത്ത് അങ്ങനെയാണ്. എന്നാൽ നമ്മുടെ ചില സമകാലീനർ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ, മരണപ്പെട്ടു പോയവരുടെ ആഖിറം അള്ളാഹു വെളിച്ചമായി കൊടുക്കുമാറാവട്ടെ, ഇവിടെ കബടം അള്ളാഹു പ്രകാശഭൂരിതമാക്കി കൊടുക്കുമാറാവട്ടെ, നമ്മളെയും അവരെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അതുപോലെ ഈ അടുത്ത കാലത്തുള്ള പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ 10% താഴെ ഉള്ളൂ, 90% നഷ്ടപ്പെട്ടു പോയി എന്ന് പറയലുണ്ട്. നാം അത് പരാമർശിച്ചിട്ടുണ്ട്. നമ്മുടെ ആ ക്ലാസ് വന്നതിന് ശേഷം പലരും പലരുടെയും വോയിസുകളും എഴുത്തുകളും നമുക്ക് വിട്ടുതന്നു. അവരുടെ ആ വോയിസുകളിൽ ആകെയുള്ളതിൻ്റെ ചുരുക്കം അവർക്ക് തെറ്റിദ്ധാരണയാണ്. അവർക്ക് സംഭവിച്ചു പോയത് ഓരോരോ സ്വഹാബത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വക്കൽ നിന്ന് ഹദീസുകൾ കണ്ടവരാണ്, കേട്ടവരാണ്, മനസ്സിലാക്കിയവരാണ്. ആ ഓരോരോ സഹാബത്തിനും 1000 ഹദീസുകൾ ഹിഫ്ളുണ്ടാകും, 10,000 ഹദീസുകൾ ഹിഫ്ളുണ്ടാകും. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ തന്നെ സഹവസിച്ച ഖുലഫാഉൽ അർബഅ പോലെയുള്ള മഹത്തുക്കൾ, അശ്റത്തുൽ മുബശ്ശിരീങ്ങൾ, അവരെല്ലാം നബി തങ്ങളോട് കൂടെ തന്നെ ജീവിച്ചവരാണ്. അധിക സമയം നബി തങ്ങളോട് കൂടെയാണ്. അപ്പോൾ അവിടെ വക്കൽ നിന്ന് ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടത് വളരെ കുറവല്ലേ? ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ വക്കൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസ് 142 ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആ 142 ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അന്വേഷിച്ചപ്പോൾ അവർക്ക് 70 കണ്ടെത്താൻ കഴിഞ്ഞത്. അതിൻ്റെ ശേഷം സുയൂത്തി ഇമാം പരിശോധിച്ചപ്പോൾ 104 കിട്ടി. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അന്വേഷണത്തിൻ്റെ കുറവാണ് 142 കിട്ടാത്തത് എന്നുള്ളത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനിക്ക് 539 ഹദീസ് റിവായത്ത് ചെയ്യപ്പെട്ടതുള്ളൂ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തൊട്ട് റിവായത്ത് ചെയ്തത് 146 ഹദീസാണ്. ഇമാം അലി ഇബ്നു അബി ത്വാലിബ് റഹ്മത്തുള്ളാഹി റളിയല്ലാഹു അൻഹു വകറമല്ലാഹു വജ്ഹഹ അവർ തൊട്ട് റിവായത്ത് ചെയ്തത് 580 ഹദീസാണ്. അവർക്കെല്ലാം എത്രമാത്രം ഹദീസുകളുണ്ടാകും? ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് അവർക്ക് ഹിഫ്ളുണ്ടായിരുന്ന ഹദീസുകളെല്ലാം അവരുടെ കാലശേഷം നഷ്ടപ്പെട്ടു എന്നല്ലേ എന്നതാണ് കാര്യമായ തെളിവായി അവർ ഉദ്ധരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് വലിയൊരു തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ടാണ് ആ ഒരു അഭിപ്രായം അവരിൽ നിന്ന് വരുന്നത്. എന്താണ് തെറ്റിദ്ധാരണ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോരോ സ്വഹാബികളെ വിളിച്ച് ഓരോരുത്തർക്ക് ഹദീസ് പറഞ്ഞു കൊടുക്കലായിരുന്നു എന്നുള്ളൊരു ധാരണ. അങ്ങനെ സിദ്ദീഖുൽ അക്ബർ ധാരാളം കേട്ടു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ധാരാളം കേട്ടു, ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അത് കേട്ടു, അലി നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അലിയും ബാബുഹ എന്ന് പറഞ്ഞവരല്ലേ, അന മദീനത്തുൽ ഇൽമി അലിയും ബാബുഹ. അവർ അതിലേറെ ധാരാളം കേട്ടു. ആ കേട്ടത് വെവ്വേറെ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുത്തിട്ടാണ്. ഈ ഒരു ധാരണയിൽ നിന്നാണ് അവരൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതുകൊണ്ട് അവർ ഹദീസ് പോയില്ലേ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഹദീസിൻ്റെ കഥ അങ്ങനെയല്ല. ബഹുമാനപ്പെട്ട പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എല്ലാവർക്കും ഒന്നാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓരോരുത്തരും കാണുന്നത് തന്നെയാണ് മറ്റൊരാളും കാണുന്നത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നിസ്കാരം 5 വക്ത്, ആ 5 വക്ത് റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിക്കുമ്പോൾ എന്നും നിസ്കരിക്കുന്ന 4 റക്അത്ത് തന്നെയാണ്. അതിലുള്ള അർക്കാനുകൾ എന്നും ഒന്ന് തന്നെയാണ്. സൂറത്തുകൾ വൈവിധ്യ സൂറത്തുകൾ ഓതാമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും പലത് ഓതിയിട്ടുണ്ടാകും. അതിൽ സ്ഥിരമായി ഓതുന്നത് മുഅക്കദായ സുന്നത്ത്, അല്ലെങ്കിൽ പ്രത്യേകമായ സുന്നത്ത് ഇമാമിങ്ങൾ പറയും. മാറി മാറി ഓതുന്നത് റസൂലുള്ളാഹി ഓതുന്ന ഇന്നതാണെന്ന് അറിയപ്പെട്ടാൽ അത് സുന്നത്ത് എന്നല്ലാതെ ഒരാൾക്ക് മുമ്പിൽ നിസ്കരിച്ച നിസ്കാരമല്ല മറ്റൊരാളെ മുമ്പിൽ നിസ്കരിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഹജ്ജും സക്കാത്തും മറ്റുള്ള എല്ലാ കർമ്മങ്ങളും അങ്ങനെ തന്നെയാണ്. അതുപോലെ ഓരോരോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹർക്കാത്ത് സക്കനാത്തുകൾ വെവ്വേറെ വൈവിധ്യമായിരുന്നു. അത് ഒരാൾ കണ്ടത് മറ്റൊരാൾ കണ്ടിട്ടില്ല എന്ന് മനസ്സിലാക്കിയ തെറ്റാണത്. യഥാർത്ഥത്തിൽ മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിച്ചത് എന്താ? കിബാറു സ്വഹാബ. എന്തുകൊണ്ട് അവരുടെ ഹദീസ് കുറവായി എന്നതിന് കാരണം പറഞ്ഞത് എന്താ? അവർ ഇസ്ലാമിൻ്റെ ആദ്യകാലത്തുള്ളവരാണ്, ആദ്യകാലത്ത് വഫാത്തായി പോയവരാണ്. അവർക്ക് അറിയുന്ന ഹദീസുകൾ അറിയുന്നവർ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഹദീസ് പറഞ്ഞില്ല എന്നുള്ള നിലക്ക് ലോകത്തിൽ നിന്ന് ഹദീസ് നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഇതാണ് അവരുടെ ഹദീസ് കുറയാനുള്ള കാരണമെന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, പല ഇമാമിങ്ങൾക്കും ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമുണ്ട്. ആ ഹദീസുകൾ എന്താണെന്ന് ഇമാം മുസ്ലിമിൻ്റെ പ്രധാന ശറഹായ ഒരു ശറഹപ്പെട്ട ശറഹായ ഫത്ഹുൽ മുൽഹിം അതിൻ്റെ 7ാമത്തെ പേജിൽ വ്യക്തമായി ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. ധാരാളം ഹദീസുകൾ മനഃപ്പാടമുള്ള മഹത്തുക്കൾ ഉണ്ടായിട്ട് അവിടെ തൊട്ടെല്ലാം ഈ ഹദീസുകൾ മുഴുവനും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഹദീസുകൾ ധാരാളം പോയില്ലേ എന്ന ചോദ്യത്തിന് പറയുന്ന മറുപടി ഇതിന് സ്ക്രീനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അവർ പറയുന്നത് എന്താ? അതിൻ്റെ ഷോർട്ട്, ആ ഹദീസുകൾ മുഴുവനും ഒന്ന് മർഫുവായ ഹദീസുകൾ മാത്രമായിരുന്നില്ല, മൗഖൂഫും അതുപോലെ താബീങ്ങളുടെ മേലുള്ള ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളും എല്ലാം കൂട്ടിയതാണ് ഹദീസിൻ്റെ എണ്ണം പറയുന്നത്. അതോടുകൂടെ വൈവിധ്യ സനദ് മാറുന്നതിനനുസരിച്ച് ഹദീസുകളും മാറും, ഹദീസിൻ്റെ എണ്ണം മാറും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു മുനാദറയിൽ ഒരാളോട് ചോദിച്ചു, കറുത്ത തലയെ കെട്ടുകെട്ട അതിനെ സംബന്ധിച്ച് നിങ്ങളടുത്ത് എത്ര ഹദീസാണുള്ളത്? അയാൾ പറഞ്ഞു, നമ്മൾക്ക് ക്ലാസ്സുകളിൽ വരാൻ പോകുന്ന സംഭവമാണത്. അദ്ദേഹം പറഞ്ഞു, എനിക്കതിനെ സംബന്ധിച്ച് 4 ഹദീസ് അറിയാം. ഇമാം ബുഖാരി പറഞ്ഞു, എനിക്ക് 500 ഹദീസ് അറിയാം. മൊത്തത്തിനും ഒറ്റൊന്ന റസൂലുള്ളാഹി തങ്ങൾ കറുത്ത തലയെ കെട്ടിയിരുന്നു. പക്ഷേ പല 500ഓളം നിലക്കത് വന്നതുകൊണ്ട് റാവികൾ ഓരോരോ പല സനദിലായിട്ട് ഒരാളെങ്കിലും മാറിയാൽ അതിനനുസരിച്ച് ഹദീസിൻ്റെ എണ്ണം മാറും. ഇതൊക്കെ ഒരു വസ്തുതയാണ്, ഇൽമുൽ ഹദീസുമായി ബന്ധപ്പെട്ടവർക്ക് അറിയുന്ന കാര്യമാണ്. ഇബ്നു ഹജർ ഹൈത്തമിയുടെ റിവായത്ത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതേ ഉദ്ധരണി ഫത്ഹുൽ ബാരിയിൽ നോക്കിയാലും കാണാവുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഹദീസുകൾ ലോകത്ത് നഷ്ടപ്പെട്ടു പോയിട്ടെന്നല്ല ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. പിന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനിക്ക് 10 ലക്ഷത്തിൽ കൂടുതൽ ഹദീസ് മനഃപ്പാടമുണ്ട്. അങ്ങനെ അഹ്മദ് ഹംബൽ തങ്ങൾ അവരുടെ മുസ്നദുണ്ടാക്കി. ആ മുസ്നദുണ്ടാക്കിയതിൻ്റെ ശേഷം ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ സ്വഹിയായ ഹദീസുകളെ മുഴുവനും ഇതിൽ ക്രോഡീകരിച്ചിട്ടുണ്ട്. മാ ലൈസ ഫീഹി ഫലാ തഖ്ബലൂ, ഇതിലില്ലാത്തൊരു ഹദീസ് ആര് കൊണ്ടുവന്നാലും നിങ്ങൾ സ്വീകരിക്കണ്ട. കാരണം സ്വീകാര്യോഗ്യമായ ഹദീസുകൾ മുഴുവൻ ഞാനിതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഹദീസിൻ്റെ അർത്ഥം എന്താ? മർഫൂആയ ഹദീസിനെ പറ്റിയാണ് പറയുന്നത്. അത് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത 10,000 ഹദീസുകൾ, 10,000 ചില്ലാനം ഹദീസാണ് മുസ്നദിലുള്ളത്. അതാണത്, മാ ലൈസ മിൻഹു ഫലാ തഖ്ബലൂ. ഇമാം അഹ്മദ് ഹംബൽ തങ്ങൾ ലാമിയിൽ ഉദ്ധരിച്ചതാണത്, ലാമികൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലം കഴിഞ്ഞു, സ്വഹാബത്തിൻ്റെ കാലം കഴിഞ്ഞു, താബീങ്ങളുടെ കാലം കഴിഞ്ഞു. താബീങ്ങളുടെ കാലം വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾക്ക് സംശയം, ഹിഫ്ള് മാത്രം ചെയ്താൽ ഹദീസ് നഷ്ടപ്പെട്ടു പോകുമോ? അവർ ഓർഡർ ചെയ്തു ഹദീസുകളെ ക്രോഡീകരിക്കണമെന്ന്. അങ്ങനെയാണ് ഹദീസ് ക്രോഡീകരണം വരുന്നത്. ആ ക്രോഡീകരണം പൂർണ്ണമായതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ തുടർന്നുള്ള ക്ലാസ്സുകളിൽ അതിനെപ്പറ്റിയുള്ള വിശദമായ ചർച്ചകൾ വരുന്നുണ്ട്. ആ പൂർണ്ണമായ ക്രോഡീകരണം ലോകത്ത് നടന്നിട്ടുണ്ട്. നമ്മുടെ ഷാഫി ഫുഖഹാ
അവർ പറയുന്നത് എന്താ? ഇജ്തിഹാദിനെ പറ്റി പറഞ്ഞു കൊടുത്ത് പല ഘട്ടങ്ങളിലും ഒരാൾ മുജ്തഹിദാവേണ്ടതുണ്ട്. അവിടെ പറയുന്നത് എന്താ? ഇജ്തിഹാദിന് വേണ്ട ഹദീസുകൾ മുഴുവനും മുതവ്വനാണ് ഇവിടെ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഹദീസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരാൾ മുജ്തഹിദാകാതക്കൂല. ഹദീസുകളെല്ലാം ലഭ്യമാണ് എന്ന് മഹാനവറുകൾ പറയും. നമ്മളെ ഫുഖഹാ മുഴുവനും പറയുന്നുണ്ട്. പിന്നെ ഇങ്ങനെയുള്ളൊരു വാദം ഒരാൾ വാദിക്കുമ്പോൾ അവർ പറയേണ്ടത് സ്വന്തം കണക്കൂട്ടിയിട്ട് അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്ന് കണക്കൂട്ടിയിട്ട് ഹദീസ് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നത് വലിയൊരു അപരാധമാണ് ശറഈൻ്റെ പേരിൽ. ആ അപരാധം ആരോപിക്കുമ്പോൾ ഒന്നിരിക്കൽ മഹാന്മാരായ ഇമാമിയങ്ങൾ അത് പറയണം. അല്ലെങ്കിൽ അത് മഹാന്മാരായ ഉസ്താദന്മാർ പറയണം. എന്തെങ്കിലും ഒരു തെളിവ് ഒഴിച്ച് പറയണം. സ്വന്തം ധരിച്ചു വച്ച ഒരു ജഹാലത്തിൻ്റെ പേരിൽ അത് പ്രകാരം പോയി എന്ന് പറയുന്നത് ഒരു നിലക്കും ശരിയല്ല. പ്രത്യേകിച്ചും ഈ ലാസ്റ്റ് കാലം, ഈ അവസാന കാലത്ത് നമുക്ക് ഈ ഹദീസ് നഷ്ടപ്പെട്ടു പോയോ അല്ലേ എന്നുള്ള ചർച്ചകൾ അത് ഏതെങ്കിലും ഒരു ഇമാമ് പറയണം. ഹദീസ് നഷ്ടപ്പെട്ടു പോയി എന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ മഹാന്മാരായ ഉസ്താദന്മാർ, ഇത് 16/7/2024 ഞാൻ സംസാരിക്കുന്നത്. ഇതിൻ്റെ ഒരു 15 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ, സമസ്തകാര്യ ജമിഅത്തുൽ ഉലമ പ്രസിഡന്റ് തങ്ങൾ ഉസ്താദ്, അവരുമായി വിഷയം ഞാൻ സംസാരിച്ചു. അവർ പറഞ്ഞത് ഹദീസ് ഒന്നും പോയിട്ടില്ല. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അവിടെ ലേഖനങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്, നഷ്ടപ്പെട്ടു പോയിട്ടില്ല. പിന്നെ ഇവർക്ക് എവിടുന്ന് കിട്ടിയതാണിത് എന്ന് വ്യക്തമായ തെളിവ് മുഖേന പറയുകയാണ് വേണ്ടത്. തെളിവില്ലാതെ എൻ്റെ കാഴ്ചപ്പാട് പ്രകാരം അതൊരു വസ്തുതയാണ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ തറക്തു ഫീക്കും അംറൈനി കിതാബല്ലാഹ് വസുന്നത റസൂലി എന്ന് പറയുന്ന ആ സുന്നത്ത് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ അടിയാധാരം പോയി എന്നാണ്. അത് വളരെ ചിന്തിച്ച് പറയേണ്ട വിഷയമാണ്. ഒറ്റപ്പെട്ട ധാരണകൾ വെച്ച് പറയുന്നത് ഒരിക്കലും അത് ശരിയല്ല. അത് പറയരുത്. പറയുകയാണെങ്കിൽ അതിൻ്റെ തെളിവ് ഉദ്ധരിക്കണം. മഹാന്മാരായ സ്വഹാബത്ത്, മുൻഗാമികളായ സ്വഹാബത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തൊട്ടുദ്ധരിക്കപ്പെടുന്ന ഹദീസുകൾ ദുർറുൽ മൻസൂറിലും മറ്റുള്ള കിതാബുകളിലും താരീഖുൽ ഖുലഫയിലുമെല്ലാം ഉണ്ട്. ആ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകൾ അതെല്ലാം മറ്റു സ്വഹാബികളെ തൊട്ട് അതിലേറെ ശക്തമായ സനദിൽ കൂടെ വന്ന ഹദീസുകളാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി 100,000 സ്വഹാബത്തുകളുണ്ട് ഉറപ്പാണ്. അതിൽ വച്ച് ഇമാം ബുഖാരിയിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വെറും 188 സ്വഹാബികളെ തൊട്ട് മാത്രമാണ്. അതിൻ്റെ അർത്ഥം ബാക്കിയുള്ള സ്വഹാബികളുടെ ഹദീസ് മുഴുവനും പോയി എന്നല്ല. എന്താണ്? ബാക്കിയുള്ള സ്വഹാബികളുടെ അടുത്തുള്ള ഹദീസുകളും ഇവരുടെ അടുത്തുള്ള ഹദീസുകളും ഒന്ന് തന്നെയാണ്. ഓരോരുത്തർക്ക് വെവ്വേറെ പറഞ്ഞു കൊടുക്കലല്ല. മൻസൂഖായ വിഷയങ്ങൾ നസ്ഖ് ഉണ്ടെങ്കിൽ അത് പ്രത്യേകമായി പറയുമെന്നല്ലാതെ ഓരോന്നോരോന്ന് പറയലില്ല. പരിശുദ്ധ ഖുർആനിൻ്റെ എണ്ണം എത്രയാണോ അത്ര തന്നെയാണ് ഹദീസിൻ്റെ എണ്ണമുള്ളത് എന്ന് ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അബൂദാവൂദിൻ്റെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മിസ്ലുഹു മാഹു എന്ന് പറഞ്ഞ സ്ഥലത്ത് അതിനർത്ഥം ആ ഒരർത്ഥം മാത്രമുണ്ട്. അങ്ങനെയും അർത്ഥം വെച്ചവരുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വേണ്ടതുപോലെ കാര്യങ്ങൾ ഗ്രഹിച്ച് മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.